ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവ് കീഴടങ്ങി. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുന്നതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങൽ. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് അമൽ, കീഴടങ്ങുന്നു, തൊട്ടുപിന്നാലെ കോടതിയിൽ ഹാജരാക്കുന്നു, ഒടുവിൽ പ്രിന്റു മഹാദേവിന് ജാമ്യം അനുവദിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ ഈ നടപടിക്രമങ്ങളാകെ പൂർത്തിയാവുകയും ചെയ്തല്ലോ. അങ്ങനെ തന്നെയാണ്. 7:30 കൂടിയാണ് ഈ പ്രിന്റു മഹാദേവൻ ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേരെ കുന്നംകുളം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പകൽ മുഴുവൻ പോലീസിന്റെ വ്യാപകമായ തിരച്ചിലായിരുന്നു. തൃശ്ശൂരും മലപ്പുറം അടക്കമുള്ള, അതായത് പ്രിന്റു മഹാദേവന്റെ വീടുള്ള മലപ്പുറം അടക്കം പരിശോധനകൾ നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് വൈകിട്ട് ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം എത്തി കീഴടങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കോൺഗ്രസിനും CPM-ഉം തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വാക്കുവാദത്തിലേക്ക് എന്ന് സഭ വേദിയാവുന്ന ഒരു കാഴ്ചയായിരുന്നു പകലെല്ലാം കണ്ടത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് തന്നെ അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള ഒരു സന്ധിയാണ് ഇതിന്റെ കാരണമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ TV ചാനൽ ചർച്ചകൾക്കിടയിൽ വധഭീഷണി മുഴക്കിയ പ്രിന്റു മഹാദേവനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസിന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും ബി.ജെ.പിയുടെ നേതാക്കൾക്കൊപ്പം മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം പേരാമംഗലം സ്റ്റേഷനിലെത്തി ഹാജരാകുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി അമൽ, കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പ്രിന്റുവിനെ പിന്നീട് ഹാജരാക്കി. പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.